കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം വാഴക്കൂമ്പ് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. ഉപ്പും മുളക് പൊടിയും ഒരല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്തൊന്ന് തിരുമ്മി വെക്കുക. പാനിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഈ കൂട്ടിട്ടതിന് ശേഷം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. തേങ്ങ, ക്യാരറ്റ്, സവോള ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. തേങ്ങയൊക്കെ മൊരിഞ്ഞ് വരുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ഇത് തണുത്തതിന് ശേഷം ചതച്ചെടുക്കുക. വെളിച്ചെണ്ണയിലേക്ക് കടുക്, ഉലുവ, വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റുക. വഴന്ന് വന്നതിന് ശേഷം ഒരിത്തിരി മുളക് പൊടിയും കൂടി ചേർത്ത് ഈ കൂട്ടും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരിത്തിരി ശർക്കരപ്പാനി ചേർക്കുന്നുണ്ട്. ഒരല്പം വിനീഗറും പുളിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അല്പം മിക്സി കഴുകിയ വെള്ളം തന്നെ ചേർത്തിട്ട് എല്ലാം കൂടി തിളച്ച് കുറുകി സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ല മാച്ചായിട്ട് പുളിയിഞ്ചിയൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന പുളിക്കുടപ്പൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം.